ഐഫോൺസിൽ അടുത്ത വരുന്ന ഏറ്റവും മേജർ അപ്ഡേറ്റ് ആണ് iOS 18. അതും iOS 18, iOS 17 സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതായത് iPhone XR, XS തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ഐഫോണിലും ഈ iOS 18 വർക്ക് ആവുന്നതാണ്. അതും iOS 18 നമുക്ക് അത്യാവശ്യം നല്ല കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ iOS 18 ബീറ്റ ടെസ്റ്റിംഗ് ഇപ്പോൾ നടക്കുമായിരുന്നു. അതും ഇപ്പോൾ നമുക്ക് GM വേർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തതിനകത്ത് തന്നെ എനിക്കിതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അതുകൂടാതെ ഡിസ്പ്ലേ കംപ്ലയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ iOS 18 മേജർ ഫീച്ചേഴ്സിലേക്ക് പോവാം. അതിൽ ആദ്യം തന്നെ പറയേണ്ടതെന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതും ഈ ഒരു ഫീച്ചറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആൻഡ്രോയിഡ് ഫോൺസിനകത്തൊക്കെ മുമ്പേ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഐഫോൺസിനകത്ത് ഒരു പ്രോപ്പർ കസ്റ്റമൈസേഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റും. അതായത് ഇതിനകത്ത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഡിറ്റ് മോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിനകത്ത് തന്നെ കസ്റ്റമൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഐക്കൺസിൻ്റെ കളർ മാറ്റാൻ, അതായത് നമുക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഐക്കൺ ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഡാർക്ക് മോഡ് ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കോ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഐക്കണിൻ്റെ ആ ഒരു തീമിംഗ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ടിൻറ്റഡിനകത്താണ് നമുക്ക് വേണമെങ്കിൽ തീം ചെയ്യാന്നുള്ളൊരു കാര്യം പറയാൻ പറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കളർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഐക്കൺ സൈസിനകത്ത് തന്നെ നമുക്ക് സ്മോളോ ലാർജോ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രോപ്പർ രീതിയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കസ്റ്റമൈസേഷൻ കിട്ടുന്നുണ്ട് ഐഫോണിനകത്ത്. അപ്പോൾ ഇത്രയും കാലം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇല്ലായിരുന്നു. അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു തേർഡ് പാർട്ടി ഐക്കൺ പാക്ക് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന കണക്കല്ല. ഇതിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്ന നമുക്ക് ഐക്കണിനകത്തുള്ള തീം മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതുകൂടാതെ പിന്നെ നമുക്ക് കസ്റ്റമൈസേഷനകത്തുള്ള അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ആപ്സും വിഡ്ജറ്റ്സും എല്ലാം നമുക്ക് ഹോം സ്ക്രീനിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇത്ര നാൾ ഐഫോൺസ് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വഴി അത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഐക്കൺസ് താഴെ മാത്രം ഇട്ടാൽ മതി, അങ്ങനെ ഇടാം. അല്ല നിങ്ങൾക്ക് സൈഡിലാണ് വെക്കേണ്ടതെങ്കിൽ സൈഡിൽ വെക്കാം. അല്ലാതെ നമുക്ക് പണ്ടത്തെ കണക്ക് ഓട്ടോമാറ്റിക്കലി അത് അറേഞ്ച് ആയിരിക്കുന്ന രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വന്നേക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ സെൻറ്ററിനകത്താണ്. അത് കൺട്രോൾ സെൻറ്ററിൻ്റെ മൊത്തത്തിലുള്ള രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലേ ഔട്ട് എപ്പീലൊക്കെ എടുക്കാൻ നേരത്തെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആണ് കാണാം. അതായത് കുറച്ചുകൂടെ റൗണ്ടഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള കൺട്രോൾസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്നുണ്ട്. അതും നമുക്ക് പേജ് ലെയറിൽ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് നമുക്ക് 1-2 പേജ് ആക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പുതിയ കൺട്രോൾസ് ആഡ് ചെയ്ത് നമുക്ക് 2 പേജ് ആക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് കൺട്രോൾസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് ഈ കൺട്രോൾസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൺട്രോൾ സെൻറ്റർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള രീതിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നത് ഫോട്ടോസ് ആപ്പിനകത്താണ്. ഇപ്പോൾ ഫോട്ടോസ് ആപ്പിനകത്ത് ഒരു റീഡിസൈൻ ആണ് വന്നേക്കുന്നത്. അതായത് ഫോട്ടോസ് ആപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറി കാണിക്കുന്ന രീതി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെയും കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫോട്ടോസ് ആപ്പിൻ്റെ അപ്ഡേറ്റ് അത്ര വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ചും മുമ്പത്തെ ഫോട്ടോസ് ആപ്പ് കുറച്ചും കൂടെ ക്ലീൻ ആയില്ല, നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു രീതി മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ രീതിയിലേക്ക് ആക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അതും ഇതെന്ന് പറയുന്നത് ചിലപ്പം AI ഫീച്ചേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയായിരിക്കും. അതും AIയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് iOSനകത്തും AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ആപ്പിൾ പറഞ്ഞേക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് വരുന്നില്ല. പക്ഷേ അടുത്ത വേർഷൻ, അതായത് iOS 18.1 ആ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ നമുക്ക് അതിന് മുമ്പായിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സിനകത്ത് അടുത്ത വരുന്നത് മെസ്സേജസ് ആപ്പിനകത്താണ്. അത് മെസ്സേജ് ആപ്പിനകത്ത് അത്യാവശ്യം വലിയ അപ്ഡേറ്റ് വന്നത് തന്നെയാണ്. അതായത് നമുക്ക് മെസ്സേജിനകത്ത് ആദ്യം തന്നെ പറയേണ്ടത് കുറച്ച് പുതിയ എഫക്ട്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ രീതിയിലുള്ള എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ സെൻഡ് ലേറ്റർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ സെൻഡ് ലേറ്റർ iMessagesനകത്താണ് വർക്ക് ആവുന്നത്. അപ്പോൾ iMessage സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നത്തേക്ക് വേണ്ടി ഒരു മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് നോർമൽ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അത് നോർമൽ മെസ്സേജിനകത്തും നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അതായത് നോർമൽ മെസ്സേജിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ RCS സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ആ മെസ്സേജ് ഡെലിവേർഡ് ആയോ, അവർ വായിച്ചോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മുമ്പേ നമുക്കത് iMessage മാത്രമേ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ RCS സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഡെലിവറി നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ റെഡ് ആയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അപ്ഡേറ്റ് ആണ് മെസ്സേജിനകത്ത് വന്നേക്കുന്നത്. പിന്നെ അടുത്ത കിട്ടുന്ന അപ്ഡേറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലോക്ക്ഡ് ആൻഡ് ഹിഡൻ ആപ്സ് ആണ്. അത് നമുക്ക് ആപ്സ് ഹൈഡ് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്സ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു ആപ്പിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിക്വയർ ഫേസ് ID എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ID ഉള്ള ഫോൺ ആണെങ്കിൽ ഫേസ് ID വെച്ച് നമുക്ക് ആപ്പ് ഐഡ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ടച്ച് ID ആണെങ്കിൽ അത് വെച്ച് നമുക്ക് ഐഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇടൻ ആപ്സിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിനെ ഒരു ഹിഡൻ ആപ്പ് എന്നുള്ളൊരു ഫോൾഡറിലേക്ക് ആക്കി മാറ്റും. അതായത് നമ്മുടെ ആപ്പ് ലൈബ്രറി തന്നെ ആ ഇഡൻ ആപ്പ് എന്നുള്ള ഫോൾഡറിലേക്ക് ഇത് മാറും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ആ ഒരു ആപ്പ് കാണണമെങ്കിൽ നമ്മുടെ ഫേസ് ID അൺലോക്ക് വെച്ചോ അല്ലെങ്കിൽ ടച്ച് ID അൺലോക്ക് വെച്ചോ മാത്രമേ നമുക്ക് ആ ഒരു ആപ്പ് കാണാൻ പറ്റൂ. അത് നമുക്ക് ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കണം.
നോട്ടിഫിക്കേഷൻസ് പിന്നെ വരത്തില്ല ഈ ആപ്പിനകത്ത്. അതും സ്റ്റോക്ക് ആപ്പ് ആണെങ്കിൽ നമുക്ക് ഹൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കത്തില്ല. നമുക്ക് റിക്വയർ ഫേസ് ഐഡി എന്നൊരു ഓപ്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ മെസ്സേജ് കണക്കത്തിന് ആപ്പ് ലോക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിന് നമുക്ക് ഫേസ് ഐഡി കൊണ്ട് ലോക്ക് ചെയ്യാൻ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ആപ്പ് ഇടാനാവത്തില്ല. അതിന് വരെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലോക്ക് ചെയ്യാം. നമുക്കത് കാണണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ടച്ച് ഐഡി വെച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അതും പാസ്വേഡ് വെച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊള്ളാം. അപ്പം ഈ ഒരു ഫീച്ചറാണ് അടുത്ത് കിട്ടിയേക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് പാസ്വേഡ്സ് ആപ്പാണ്. അതായത് നമുക്ക് പണ്ട് സെറ്റിങ്സിനകത്താണ് നമ്മുടെ പാസ്വേഡ്സ് എല്ലാം അവർ സേവ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഇതെല്ലാം കൂടെ പാസ്വേഡ്സ് ആപ്പ് എന്നൊരു ആപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു ആപ്പിൽ കയറാൻ നേരത്താണ് നമ്മുടെ ഡിവൈസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പാസ്വേഡ്സും സേവ് ആവുന്നത്. അതിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിനകത്തുള്ള പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഇതിനൊരു സ്റ്റാൻഡ് അലോൺ ആപ്പാക്കി മാറ്റി. പിന്നെ അടുത്ത് വരുന്ന ഫീച്ചർ ഗെയിം മോഡാണ്. അത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം പെർഫോമൻസ് തരാൻ അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഗെയിം മോഡ് വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് റൺ ആയിക്കോളും ബാക്ക്ഗ്രൗണ്ടിനകത്ത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഹൈ ഫ്രെയിം റേറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഗെയിം പ്ലേ തരാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം മോഡ് ഓൺ ആകുമ്പോൾ തന്നെ എയർപോർട്സിൻ്റെ റെസ്പോൺസ് കൂടും. പിന്നെ കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ റെസ്പോൺസ് കൂടും എന്നുള്ള കാര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തത് നോട്ട്സ് ആപ്പിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. നോട്ട്സ് ആപ്പിനകത്ത് നമുക്ക് ലൈവ് ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ വോയിസ് മെമ്മോ എന്നാണ് റെക്കോർഡ് ആവുന്നത്. പക്ഷേ റെക്കോർഡായി കഴിയുമ്പം അതിൻ്റെ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നോട്ട്സിനകത്ത് നമുക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ അതിനകത്തൊരു കാൽക്കുലേഷൻ കണക്കത്തെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു കാൽക്കുലേഷൻ സോൾവ് ചെയ്ത് തരും. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് കളർ മാറ്റാൻ പറ്റും. അതായത് നമുക്ക് നോട്ട്സ് മൊത്തത്തിൽ കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ആപ്പിനകത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അത്യാവശ്യം നല്ല തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സഫാരിക്കകത്തും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ സഫാരിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സഫാരിയുടെ റീഡർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയ രീതിയാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റീഡർ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ആ സമ്മറൈസേഷൻ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ നമുക്ക് ഹൈലൈറ്റ്സ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ സഫാരിക്കകത്ത് തന്നെ ഈ ഹൈഡ് ഡിസ്ട്രാക്റ്റിംഗ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ സഫാരി തന്നെ നമുക്ക് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറ്റി തരും. അതായത് നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം അത് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ആ വെബ് പേജ് ആ ഒരു രീതി മാറി വരും. നമുക്ക് കാണേണ്ട രീതിയിലേക്ക് ആ വെബ് പേജ് മാറി വരും. പിന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസേഷൻ ഫീച്ചർ തന്നെയാണ്. പക്ഷേ അത് ലോക്ക് സ്ക്രീനകത്താണ്. അതായത് നമ്മൾ ലോക്ക് സ്ക്രീനകത്ത് നമുക്ക് 2 ക്വിക്ക് ടോഗിൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ iOS 18 നമുക്ക് അതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അവിടെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു 2 ടോഗിൾ നമുക്ക് ഇഷ്ടമുള്ള ടോഗിളാക്കി മാറ്റാൻ പറ്റും. നമുക്ക് വേണ്ടൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും കിട്ടുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് മൈനർ ആയിട്ടുള്ള വേറെ കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കാൽക്കുലേറ്ററിനകത്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഐഫോൺസിനകത്ത് മാത്രമല്ല ഇപ്പോൾ ഐപാഡിലും കാൽക്കുലേറ്റർ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ജേർണൽ ആപ്പിനകത്തും അങ്ങനത്തെ എല്ലാ കാര്യത്തിനകത്തുമൊക്കെ കുറച്ച് മൈനർ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ മേജറായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മേജറായിട്ട് പറയുമ്പോൾ തന്നെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര ഹൈപ്പായിട്ട് കാണിക്കുന്ന കാര്യം അവരുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറാണ്. അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് അവരുടെ AI ഫീച്ചറാണ്. അത് നമുക്ക് ഇപ്പോൾ iPhone 16 16 Pro കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം ആ ഫോൺസിൻ്റെയൊക്കെ ഏറ്റവും മെയിൻ ഫീച്ചറായിട്ട് കാണിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറാണ്. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ കിട്ടത്തില്ല. അത് നമുക്ക് ഡിസംബറിലേ വരൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം പറയാൻ നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പെർഫോമൻസ് പ്രശ്നം അധികം തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ GM വേർഷൻ അതായത് ഇവിടുത്തെ ഫൈനൽ വേർഷൻ ഉപയോഗിച്ചപ്പോഴും ഫോൺ അത്യാവശ്യം ചൂടാവുന്ന ചില സിനാരിയോസ് ഉണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് നോർമൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ ചില സമയത്ത് നോർമൽ യൂസ് ചെയ്യുമ്പോഴും ഫോൺ കുറച്ച് കൂടുതൽ ചൂടാവുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് നമുക്ക് ഫോണിനെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മാറിയിട്ടുള്ളത്. പക്ഷേ പൊതുവെ പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ഹെവിയർ ആപ്പ് ഉപയോഗിച്ചാലും ലാഗോ അങ്ങനത്തെ കാര്യങ്ങളും കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ ചൂടാവുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് iOS 18 അതെനിക്ക് കുറച്ച് മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പിന്നെ അത് സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന കാര്യത്തിനകത്തും പെട്ടെന്ന് തന്നെ സ്റ്റാൻഡ് ബൈ പോകുന്ന രീതി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ബാറ്ററി ഡ്രോപ്പ് ആവുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്ററിയുടെ കാര്യം ഇപ്പോൾ GMനകത്തും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതായത് ബാറ്ററി ബാക്കപ്പ് ഏറ്റവും മികച്ചൊന്നുമല്ല. iOS 17 ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അത് പക്ഷേ നമുക്ക് iOS 18.0.1 ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതാണ്. അത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അതായത് ഒരു അപ്ഡേറ്റ് ആദ്യം വരുമ്പോഴത്തേക്കും ബാറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല. പിന്നെ അവസാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അതായത് ഡിസ്പ്ലേ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ iPhone 15 Proയിലാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ബീറ്റ വേർഷൻ തൊട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നുണ്ട് ഞാൻ iPhone 15 Proയിലാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ വേറെ യൂണിറ്റ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് iOS 18 എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത്. അതായത് iOS 18 എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് വെച്ച് പറയുമ്പോഴത്തേക്കും
ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു അപ്ഡേറ്റഡ് വേർഷനായി മാറുകയും ചെയ്യും. അതും ഐഫോൺസിനകത്ത് തന്നെ ഐഫോൺ 16 പ്രോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫീച്ചറാണ് അവർ ഏറ്റവും വലിയ ഹൈപ്പായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഐഫോൺ 16 പ്രോൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, വേറെ തന്നെ ഷെയറും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.